അനശ്വര പ്രണയത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് എലനർ ഇസബൽ എന്ന ഇംഗ്ലണ്ടുകാരിക്ക് മൂന്നാറിൽ നിർമ്മിക്കപ്പെട്ട ശവകുടീരം. പഴയ മൂന്നാറിലെ കുന്നിൻപുറത്ത് തലയുയർത്തി നിൽക്കുന്ന CSI ക്രൈസ്റ്റ് ദേവാലയത്തിനോട് തൊട്ടുചേർന്ന സെമിത്തേരിയിൽ കാട്ടുചെടികൾ അതിർവരമ്പ് തീർത്ത കല്ലറയ്ക്കുള്ളിൽ തൂമഞ്ഞിന്റെ പുതപ്പ് വലിച്ചിട്ട് എലനർ ഇസബൽ ഉറങ്ങുന്നു. 1894 ഹെൻറിയും ഇസബെല്ലും കപ്പൽ മാർഗം ശ്രീലങ്ക വഴി തമിഴ്നാട്ടിലെത്തുന്നത്. തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിൽ നിന്നും ബോഡിമേട്ട് ചുരം നടന്നു കയറി അവർ മൂന്നാറിലേക്ക് എത്തി. മദ്രാസിൽ നിന്നും മൂന്നാറിലേക്ക് ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ എത്തിച്ചേർന്നിരുന്ന ചരിത്രപാത ബോഡിമേട്ട് ചുരം. ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന മൂന്നാറിലെ തേയിലത്തോട്ടത്തിലെ മാനേജറായിരുന്നു ഹെൻറി. ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഹെൻറിയുടെയും ഇസബെല്ലിൻ്റെയും വിവാഹം. ഒരു ഡിസംബർ മാസം വൈകുന്നേരം മൂന്നാറിൻ്റെ മഞ്ഞ് പൊതിയുന്ന കുന്നിൻ ചെരുവിലൂടെ ഇരുവരും നടക്കാനിറങ്ങി. മഞ്ഞിൻ്റെ വശ്യതയിൽ മയങ്ങി പ്രിയതമൻ്റെ മടിയിൽ തലചായ്ച്ചു കിടന്ന ഇസബൽ ഹെൻറിയുടെ കാതിൽ പറഞ്ഞു, "എത്ര സുന്ദരമാണ് ഈ പ്രദേശം. ഞാൻ മരിച്ചാൽ കുന്നിൻ മുകളിലെ ഈ സ്വപ്നഭൂമിയിൽ എന്നെ അടക്കം ചെയ്യണം." ഹെൻറി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു, തമാശയെന്ന് കരുതി. പക്ഷേ ഇസബെല്ലിൻ്റെ ആ വാക്കുകൾ അറം പറ്റിയതുപോലെയായി. വിവാഹശേഷമുള്ള ആദ്യ ക്രിസ്തുമസിന് കാത്തിരിക്കാതെ മൂന്നാം നാൾ കോളറ ബാധിച്ച് 24-ാമത്തെ വയസ്സിൽ ഇസബെല്ല് മരണപ്പെട്ടു. ഇസബെല്ലിൻ്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഹെൻറി അതിന് വഴങ്ങിയില്ല. പ്രിയപ്പെട്ടവൾക്ക് നൽകിയ വാക്കു പാലിച്ച ഹെൻറി ഇസബെല്ല് പറഞ്ഞ സ്ഥലത്തു തന്നെ മൃതദേഹം സംസ്കരിച്ചു. ആ കുന്നിൻ ചെരുവിൽ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി മനോഹരമായ ഒരു പ്രണയകുടീരം ഒരുക്കി ഹെൻറി. ഒരു വിദേശിക്ക് വേണ്ടി ആദ്യമായി മൂന്നാറിൽ കല്ലറ ഒരുങ്ങിയതും അന്നായിരുന്നു. ഇസബെല്ലിൻ്റെ ജന്മനാട്ടിൽ നിന്നുള്ള വില കൂടിയ മാർബിളാണ് കല്ലറയ്ക്കായി ഉപയോഗിച്ചത്. ഇസബെല്ലിൻ്റെ മരണശേഷവും ഏറെക്കാലം ഹെൻറി മൂന്നാറിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ഇസബെല്ലിൻ്റെ കല്ലറയ്ക്കരികിലെത്തുന്ന ഹെൻറി ഏറെ നേരം അവിടെ ചെലവഴിച്ചിരുന്നു. പിന്നീട് ജന്മനാട്ടിലേക്ക് മടങ്ങിയ ഹെൻറി അവിടെ വെച്ചാണ് മരിച്ചത്. മൂന്നാറിനെ വൻകിട തേയിലത്തോട്ടം മേഖലയാക്കി മാറ്റിയതിൽ ഹെൻറിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. 1900 ഏപ്രിൽ 15 ഒരു ഈസ്റ്റർ ദിനത്തിൽ ആ കുന്നിൻ ചെരുവ് സെമിത്തേരിയായി ആശീർവദിക്കപ്പെട്ടു. അന്ന് തുറന്ന മരണ രജിസ്റ്ററിലെ ആദ്യത്തെ പേര് ഇസബെല്ലിൻ്റെതായിരുന്നു. ദേവാലയം പണിയുന്നതിന് മുൻപ് സെമിത്തേരി ആശീർവദിക്കപ്പെട്ട ഇടം എന്ന പേര് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട മൂന്നാർ CSI ക്രൈസ്റ്റ് ദേവാലയത്തിന് ലഭിച്ചു. 1900 ഡിസംബർ 9 ഇസബെല്ലിൻ്റെ കല്ലറയിൽ വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തി. സെമിത്തേരി ആശീർവദിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം 1910 അവിടെ ഒരു ദേവാലയത്തിന് തറക്കല്ലിട്ടത്. 1911 മെയ് മാസത്തിൽ ദേവാലയം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. ഇസബെല്ലിൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും കല്ലറ സന്ദർശിക്കുവാൻ എത്താറുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറി പഴയ മൂന്നാറിലാണ് മൂന്നാർ CSI ചർച്ചും ഇസബെല്ലിൻ്റെ കല്ലറയും ഉള്ളത്. മഞ്ഞിൻ കണങ്ങൾ കൊടിഞ്ഞിടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കല്ലറയോളം പഴക്കമുള്ള ഓക്കുമരങ്ങൾ ആ പ്രണയ കുടീരത്തിന് കാവലാണ്. ഇസബെല്ലിൻ്റെയും ഹെൻറിയുടെയും ഓർമ്മ ചിത്രങ്ങൾ ദേവാലയ അധികൃതരുടെ ചിത്രശേഖരത്തിലില്ല. എന്നാൽ പറഞ്ഞും കേട്ടും അറിഞ്ഞ കഥകളിലൂടെ ഹെൻറിയും ഇസബെല്ലും ഇന്നും മൂന്നാറിൽ ഷാജഹാനും മുംതാസുമായി ജീവിക്കുന്നു. മൂന്നാറിൻ്റെ മടിയിൽ തലവെച്ച് ഇസബെല്ലിൻ്റെ നിദ്രയ്ക്ക് 130 വർഷം.